പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ജോഗ്രഫിക്കുള്ള NCERT ചാപ്റ്റേഴ്സാണ്. അപ്പോൾ മാക്സിമം നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ കാണുക. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പാർട്ട് 2ൻ്റെ ഒരു അനലൈസ് ചെയ്ത ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. മാക്സിമം നിങ്ങൾ കാണാത്തതുണ്ടെങ്കിൽ കാണുക കേട്ടോ. നിങ്ങളുടെ ഏതൊക്കെ ബുക്സൊക്കെ നിങ്ങൾക്ക് സോഴ്സസൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് NCERT ചാപ്റ്റേഴ്സാണ് ഞാനിവിടെ പറയുന്നത്. പിന്നെ ഞാൻ ഈ കാണിക്കുന്ന ടെക്സ്റ്റുകളൊക്കെ നമ്മുടെ CBSE ടെക്സ്റ്റുകൾ തന്നെയാണ് 6th. അപ്പോൾ നമ്മൾ 6th തൊട്ടുള്ള ടെക്സ്റ്റൊക്കെ നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മളത് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. അല്ലെങ്കിൽ നമുക്ക് റീഫോക്കസ് കിട്ടുമല്ലോ നമ്മുടെ ലക്ഷ്യയുടെ, അങ്ങനെ ബുക്ക് കിട്ടുവാണെങ്കിൽ അത് നോക്കി പഠിക്കാവുന്നതാണ്. മാക്സിമം നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ സോഴ്സസ് ഉണ്ടോ അതൊക്കെ പെട്ടെന്ന് അതിൻ്റെ നമ്മുടെ ടൈം കൂടുതൽ സ്പീഡപ്പ് ചെയ്യുക. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ സ്പീഡപ്പ് ചെയ്ത് ടൈം നമ്മൾ മാക്സിമം യൂസ് ചെയ്ത് പോവുക. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ 12th ആദ്യം നോക്കുന്നത്. അതിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് ഇന്ത്യ, ജനങ്ങളും സമ്പദ് വ്യവസ്ഥയും എന്നുള്ളൊരു പോർഷനുണ്ട് നമുക്ക്. അത് 12ാം ക്ലാസ്സിൽ കേട്ടോ. അപ്പോൾ അധ്യായം 5 ഉണ്ട്, ഭൂവിഭാഗങ്ങളും കൃഷിയും. അധ്യായം 6 ജലവിഭവങ്ങൾ. അധ്യായം 7 ധാതുക്കളും ഊർജ്ജ വിഭവങ്ങളും. അധ്യായം 8 ഉൽപ്പാദന വ്യവസായങ്ങൾ. അധ്യായം 10 ഗതാഗതവും വാർത്താവിനിമയം. അധ്യായം 12 തിരഞ്ഞെടുത്ത ചില പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള ഭൂമിശാസ്ത്ര കാഴ്ചപ്പാട്. അപ്പോൾ ഇത് ഇത്രയും ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്കറിയാം ജോഗ്രഫിയിൽ ഒരുവിധം ചാപ്റ്റേഴ്സൊക്കെ പഠിക്കാനുണ്ട്. നമുക്ക് റീഫോക്കസ് എടുത്താലും നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് കിട്ടും. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചാപ്റ്റേഴ്സാണ് ഞാൻ തരുന്നത്. മാക്സിമം ഇതെങ്കിലും നിങ്ങൾ പഠിച്ച് കവർ ചെയ്യുക കേട്ടോ. അതിൽ തന്നെ 11th നമുക്ക് നോക്കാം. ഇന്ത്യ ഭൗതിക പരിസ്ഥിതി എന്ന് പറഞ്ഞൊരു പോർഷനുണ്ട്. നമുക്ക് സബ് ഹെഡിങ് വരുന്നുണ്ട്. അപ്പം ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. മസ്റ്റായിട്ടും പഠിച്ചേ ഒക്കത്തുള്ളൂ നമ്മളിത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. അധ്യായം 1 ഉണ്ട്, ഇന്ത്യയുടെ സ്ഥാനം. അധ്യായം 2 ഭൂപ്രകൃതി. അധ്യായം 3 നീരൊഴുക്ക് വ്യൂഹം. അധ്യായം 4 കാലാവസ്ഥ. അധ്യായം 5 സ്വാഭാവിക സസ്യജാലങ്ങൾ. അധ്യായം 6 മണ്ണ്. അധ്യായം 7 പ്രകൃതിക്ഷോഭങ്ങളും പ്രകൃതി ദുരന്തങ്ങളും. അങ്ങനെ ഈ 11th ചാപ്റ്റേഴ്സ് മസ്റ്റായിട്ട് നമ്മൾ പഠിച്ചിട്ട് വേണം നമ്മൾ ഇപ്പോൾ ഒരു റാങ്ക് ഫയൽ എടുക്കുക അല്ലെങ്കിൽ നമ്മൾ SCERT പഠിക്കുക. അത്രയും ഇമ്പോർട്ടൻസ് തന്നെയാണ് ഈ ചാപ്റ്റേഴ്സിനുള്ളത്. മാക്സിമം നിങ്ങളിതെല്ലാം കവർ ചെയ്ത് പോവുക കേട്ടോ. അടുത്ത് നമുക്ക് നോക്കാം. 11th തന്നെ ഭൗതിക ഭൂമിശാസ്ത്രം അടിസ്ഥാന ഘടകങ്ങൾ എന്നുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. അധ്യായം 3 ഉണ്ട്, അതിൽ ഭൂമിയുടെ ഉള്ളറ. അധ്യായം 4 വൻകരകളുടെയും സമുദ്രങ്ങളുടെയും വിതരണം. ഇങ്ങനെ 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് മാക്സിമം പഠിക്കാൻ പറ്റുന്ന രീതിയിലെല്ലാം പഠിച്ചു പോവുക. അടുത്ത ഒന്നും കൂടെ ഉണ്ട്, നമുക്ക് നോക്കാം. 11th ഭൂവിജ്ഞാനിയുണ്ട്. അധ്യായം 1 ഭൂവിജ്ഞാനി ഒരു വൈജ്ഞാനിക ശാസ്ത്രശാഖ. അധ്യായം 2 ഭൂമിയുടെ ഉത്ഭവവും ആന്തരിക ഘടനയും. അധ്യായം 3 ഭൗമ പ്രക്രിയകൾ. അധ്യായം 4 ചരിവുതല പ്രക്രിയകൾ. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന സോഴ്സൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ പഠിക്കുക. എവിടെ നിന്നൊക്കെ നമുക്ക് പുതിയ പുതിയ അറിവുകൾ കിട്ടുന്നു അതത്രയും നമ്മൾ നോക്കുക. മാക്സിമം പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് എഴുതി വയ്ക്കുക, റിവിഷൻ ചെയ്യുക, റീകോൾ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബായ്.